സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്കായുള്ള ക്ലാസ്സുകളാണ് നൽകി വരുന്നത്. അടുത്ത ടോപ്പിക്ക് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് അറിയാലോ. സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 ആണ്. ഈ 1932 സെക്ഷൻ 4 പാർട്ട്ണർഷിപ്പിനെ പറ്റി പറയുന്നത്, അതായത് ആളുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നത്? അതായത് പ്രോഫിറ്റ് ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 2 or more persons, അല്ലേ, 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആളുകൾ കൂടി ചേരുമ്പോഴാണ് അവിടെ പാർട്ട്ണർഷിപ്പ് ആവുന്നത്. എഗ്രിമെൻറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളുടെ അതിൽ നിന്നുണ്ടാവുന്നതാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതാണ് പാർട്ട്ണർഷിപ്പ് ഇസ് എ റിസൾട്ട് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ ആണ്. ഈ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓറലും ആവാം അല്ലെങ്കിൽ റിട്ടേണും ആവാം. അടുത്തത് ബിസിനസ്സാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് എഗ്രിമെൻ്റ് ഫോം ചെയ്യുന്നത്. ദെൻ പ്രോഫിറ്റ് ഷെയറിങ്, അല്ലേ, പ്രോഫിറ്റ് ഈക്വലി ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഉറപ്പും കൂടി ആ എഗ്രിമെൻറ്റിലുണ്ട്. പിന്നെ അവിടുത്തെ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതായത് അവരുടെ ഫേമിൻ്റെ ഡെപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രൈവറ്റ് ആസറ്റ്സ് കൊണ്ടാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ആ ലയബിലിറ്റി അവർക്ക് പേ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കണം. ഇതൊക്കെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻ ദ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം, അതായത് ആ പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, സാലറി, റെമ്യൂണറേഷൻ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള എല്ലാം കണ്ടെയ്ൻ ചെയ്യുന്നതാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇനി ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസാണ്, ആദ്യത്തേതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ പറ്റി ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് എങ്ങനെ കൊടുക്കണം? ഈക്വലിയാണ് കൊടുക്കേണ്ടത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റിനെ പറ്റി, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഈക്വലി വേണം ഷെയർ ചെയ്യാനായിട്ട്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇതും എഗ്രിമെൻറ്റിൽ, പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ പറ്റി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. നോ പാർട്ട്ണർ ഈസ് അലൗഡ് ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അതും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ പറ്റി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡ്രോയിങ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ് ഡ്രോയിങ്സ്? അതായത് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുന്ന എമൗണ്ടാണ് ഡ്രോയിങ്സ്. ആ ഡ്രോയിങ്സിനും ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇനി അഡ്വാൻസസ് ലോൺ ടു ഫേം. ഫേമിലേക്ക് ഇപ്പോൾ ഒരു ലോൺ കൊടുക്കും. ഇപ്പോൾ പാർട്ട്നേഴ്സ് ലോൺ ഉണ്ടാവും, പാർട്ട്ണറിൻ്റെ വൈഫ് ലോൺ ഉണ്ടാവും, അങ്ങനെ പല പല ലോൺസ് എടുക്കാമല്ലോ. അപ്പോൾ ആ ലോണിന് 6% ഇൻട്രസ്റ്റ് അലൗഡാണ്. 6% ഇൻട്രസ്റ്റ് അലൗഡാണ്. അതുപോലെ തന്നെ അടുത്തത് സാലറി ഓർ റെമ്യൂണറേഷൻ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറിനും സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടുന്നതല്ല. ഇത്രയുമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉള്ള പ്രൊവിഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് ഇത്രയുമാണ്. അടുത്തത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ എങ്ങനെയാണ് അക്കൗണ്ട്സ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, മെയിൻ്റനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അതായത് എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെയാണ്. 2 മെത്തേഡ്സാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 2 മെത്തേഡ്സാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, ഫ്ലക്ച്വേറ്റിങ്ങും ഉണ്ട് കേട്ടോ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, പിന്നെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡുമാണ് ഉള്ളത്. അതിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു അക്കൗണ്ട് ക്യാപിറ്റൽ കാണിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടും അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്കൗണ്ടുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കറണ്ട് അക്കൗണ്ടിലാണ് ബാക്കി വരുന്ന ഐറ്റംസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കാണിക്കുന്നത് എവിടെയാണ്?
കറണ്ട് അക്കൗണ്ടിലാണ്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ഒരേ ഒരു അക്കൗണ്ട് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ, അത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ഈ പറയുന്ന ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പോൾ 2 തരം ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡും ആണ് ഉള്ളത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് ചെയ്യുക, പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ആക്ച്വലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇതിലാണ് എങ്ങനെയാണ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത് ഏതിലാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലാണ്. അടുത്തത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മൾ ചിലപ്പോൾ ഒമിറ്റ് ചെയ്യാം, വിട്ടുപോയാം, എഴുതാനായിട്ട് ചിലപ്പോൾ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഒമിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ട്ണറിൻ്റെ സാലറിയോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ അങ്ങനെ എന്തും ആവാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ എല്ലാ ഒമിഷൻസും നമ്മൾ എന്ത് ചെയ്യണം, അത് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ആ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട്. നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വിട്ടുപോകുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ട്. അടുത്തത് എന്താണ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം ആണ്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പുതിയൊരു പാർട്ട്ണർ വരികയാണ്, അല്ലെങ്കിൽ ആ നിലവിലുള്ള പാർട്ട്നേഴ്സിൽ ആരെങ്കിലും റിട്ടയർ ആയി പോവോ അല്ലെങ്കിൽ ആരെങ്കിലും ഡെത്ത് ആയി പോവോ, അങ്ങനെ വരുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം വരുന്നത്. പിന്നെ ഡിസൊല്യൂഷൻ വരുന്നുണ്ട്. ഡിസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വൈൻഡ് അപ്പ് ആവലും ഉണ്ട്. അപ്പോൾ നമുക്കിനി അത് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ അറിയാലോ, അതായത് ഫേമിന് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ വേണമെന്ന് തോന്നുന്ന സമയത്ത് പുതിയ പാർട്ട്ണറിനെ എന്ത് ചെയ്യും, അഡ്മിറ്റ് ചെയ്യും ഫേമിൽ. ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുന്നത് ബാക്കി എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റോട് കൂടി മാത്രമാണ് ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ന്യൂ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഫേം എന്താവാണ്, റീകോൺസ്റ്റിറ്റ്യൂട്ട് ആവാണ്. അങ്ങനെ ന്യൂ എഗ്രിമെൻറ്റ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യുവാണ് ചെയ്യുന്നത്. ഇനി ന്യൂലി അപ്പോയിൻറ്റഡ് പാർട്ട്ണറിന് 2 മെയിൻ റൈറ്റ്സ് ആണ് ആ ഫേമിൽ ഉണ്ടാവുന്നത്. 2 മെയിൻ റൈറ്റ്സ് ആണ് ന്യൂലി അപ്പോയിൻറ്റഡ് പാർട്ട്ണറിന് കിട്ടുന്നത്. ഒന്ന്, ആ ഫേമിൽ അസറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ്. അസറ്റ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റാണ് ഒന്ന്. രണ്ടാമത്തേത് റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റാണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. ഇനി ഈ റൈറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ പാർട്ട്ണർ എന്ത് ചെയ്യണം, ഒരു എഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവരണം. ഒന്നില്ലെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ എന്ത് ചെയ്യണം, ഈ റൈറ്റ്സ് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ പാർട്ട്ണർ എഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കൊണ്ടുപോകണം. ഇനി എസ്റ്റാബ്ലിഷ്ഡ് ഫേം ആണ്, ഒരുപാട് പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേം ആണെങ്കിൽ ന്യൂ പാർട്ട്ണർ എന്തും കൂടി കൊണ്ടുവരേണ്ടി വരും, ഒരു കുറച്ച് അഡീഷണൽ എമൗണ്ട്. അതായത് ഗുഡ് വില്ലിന് വേണ്ടിയിട്ട് ആ ഫേം ഓൾറെഡി ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏർണിങ്സ് കൂടുതലുള്ള ഫേം ആണെന്നുണ്ടെങ്കിൽ ന്യൂ പാർട്ട്ണർ ക്യാപിറ്റൽ മാത്രം കൊണ്ടുവന്നാൽ പോരാ, അവിടെ അഡീഷണൽ എമൗണ്ട് ആയ ഗുഡ് വില്ലും കൂടി എന്ത് ചെയ്യണം, അതിലേക്കും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം. അഡ്മിഷൻ്റെ സമയത്ത് എന്തൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഫേമിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഇനി പറയുന്നത്. അഡ്മിഷൻ, ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവിടെ എന്ത് ചെയ്യും, വരുമല്ലേ, പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫോം ചെയ്യും. ഇനി സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ട്ണറിനെ കൊണ്ടുവരുമ്പോൾ പഴയ പാർട്ട്ണർ അവരുടെ ഒരു ഷെയർ എന്താ ചെയ്യാണ്, അവിടെ ഷെയർ ഡിസ്ട്രിബ്യൂട്ട് ആവാണ്, വീതിച്ചു കൊടുക്കുകയാണ് അടുത്തൊരു പുതിയതായിട്ട് വരുന്ന ആൾക്കും കൂടി. അതാണ് സാക്രിഫൈസിങ്. പിന്നെ ഗുഡ് വില്ല് വാല്യൂ ചെയ്യണം. പുതിയ ആൾ കൊണ്ടുവരേണ്ട ഗുഡ് വില്ല്, ആ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. അസറ്റും ലയബിലിറ്റീസും എല്ലാം റീവാല്യൂ ചെയ്യണം. പിന്നെ പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തണം. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ്റെ സമയത്ത് ആ ഒരു ഫേമിൽ നടക്കുന്നത്.